ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRGC പരിപൂർണമായും കൈക്കലാക്കിയിരിക്കുകയാണ്. നൂറുകണക്കിന് അതിവേഗ ബോട്ടുകൾ ഉൾപ്പെടെ ഇറാന്റെ കൊതുകുപട മോസ്കിറ്റോ ഫ്ലീറ്റ് ആണ് കടലിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം കടലോരത്തെ മലയിടുക്കുകളിലും ഗുഹകളിലും ഒളിച്ചിരിക്കുന്ന ഈ ബോട്ടുകൾ നിമിഷങ്ങൾക്കകം കടലിൽ ഇറങ്ങി വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാൻ ശേഷിയുള്ളവയാണ്. ഇറാന്റെ ഔദ്യോഗിക നാവികസേനയിൽ നിന്ന് വ്യത്യസ്തമായി IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗറില്ല നാവിക സേനയാണ് മോസ്കിറ്റോ ഫ്ലീറ്റ്. 1986 രൂപീകൃതമായ ഈ സേന സാധാരണ വിനോദ ബോട്ടുകളിൽ റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിച്ചാണ് തുടക്കമിട്ടത്. എന്നാൽ ഇന്ന് മണിക്കൂറിൽ 185 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അത്യാധുനിക ബോട്ടുകൾ ഇവരുടെ പക്കലുണ്ട്. ചെറിയ മുങ്ങിക്കപ്പലുകളും മറൈൻ ഡ്രോണുകളും ഈ വ്യൂഹത്തിന്റെ ഭാഗമാണ്. വലിപ്പക്കുറവ് കാരണം ഇവയെ റഡാറുകളിലൂടെയോ സാറ്റലൈറ്റുകളിലൂടെയോ കണ്ടെത്തുക വളരെ പ്രയാസകരമാണെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കൻ പടക്കപ്പലുകളോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഹിറ്റ് ആൻഡ് റൺ എന്ന ഗറില്ല തന്ത്രമാണ് മോസ്കിറ്റോ ഫ്ലീറ്റ് പയറ്റുന്നത്. ഈ ബോട്ടുകൾ ഒരു കടൽ ഗറില്ല സൈന്യത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നേരിട്ടുള്ള യുദ്ധങ്ങൾക്ക് പകരം അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ തകർക്കുകയാണ് ഇവയുടെ രീതി. പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ സയ്യിദ് ഗോൽക്കർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു, നിലവിലെ യുദ്ധത്തിനിടയിൽ ഇതിനകം 20ഓളം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി ഇന്റർനാഷണൽ മാരിടൈം ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ F-35 ജെറ്റുകളെ വരെ വെടിവെച്ചിടാൻ ശേഷിയുള്ള ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളും മിസൈലുകളും ഈ ബോട്ടിന്റെ വ്യൂഹത്തിന് കരയിൽ നിന്നു തന്നെ പിന്തുണ നൽകുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ബോട്ടുകൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.